വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകപ്രശസ്ത സഞ്ചാരിയും സിനിമാ സംവിധായകരുമായ ഫ്രാങ്ക്സ്വാ വെർലെയുമായി സംവാദം സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ സി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. മലയാളം വിഭാഗം മേധാവി വി എസ് റജി, പ്രൊഫസർ ഡോക്ടർ പി കെ കുശലകുമാരി, പ്രൊഫസർ ഡോക്ടർ ഹഫ്സീന, പ്രൊഫസർ എൻ ആർ ഗ്രാമപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. And I think I do documentaries since I did a school when I was 20, because I think that documentaries somehow can give solutions for the suffering of the world, you know? Like many people suffer sometimes because they don't have the keys to free themselves, you know? So that's why I'm doing documentary. And because I have been in India since 2007, I come every year, sometimes even 2 times a year for my work. So the people from the Love Caravan asked me to do this movie, and it was a very, very strong experience. Going 6 weeks, 6,000 kilometers all around South India, meeting people. And you will see that this movie is, okay, the journey of the Love Caravan, but the real subject of this movie, I think, is love. What is really love? How can we experience love, let's say, on a wide... തുടർന്ന് ഫ്രാങ്ക്സ്വാ വെർലെ നിർമ്മിച്ച ലവ് കർമാൻ എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ സിനിമയെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്തു. ഫ്രാങ്ക്സ്വാ വെർലെയുടെ ഭാര്യയും നർത്തകിയുമായ വർവിയയും മകൾ ലീലയും സന്നിഹിതരായിരുന്നു. വലപ്പാട് ബീച്ച് പള്ളിപ്രം വിദ്യാവിലാസം UP സ്കൂളിന്റെ 81ാം വാർഷികാഘോഷവും ഈ അധ്യയന വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക KK മായപ്രഭയ്ക്ക് യാത്രയയപ്പും നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വാർഷികവും അതുപോലെ തന്നെ രക്ഷകർത്തൃ സംഗമവും എൻഡോമെന്റ് വിതരണവും കുട്ടികളുടെ കലാപരിപാടികളുമൊക്കെ അത്യധികം ആഹ്ലാദം പകരുന്ന ചടങ്ങാണെങ്കിൽ പോലും ആ ചടങ്ങിൽ വെച്ച് നമ്മുടെ കഴിഞ്ഞ 21-22 വർഷക്കാലം ഈ വിദ്യാലയത്തിന്റെ ഓരോ സ്പന്ദനങ്ങളോടും ഒപ്പം പ്രവർത്തിക്കുകയും 22 വർഷമായി ഈ വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത മായ ടീച്ചർക്ക് സർവീസ് പൂർത്തിയാക്കി യാത്രയയപ്പ് നൽകുന്ന യാത്രയയപ്പ് സമ്മേളനം കൂടി ഇവിടെ നടക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ നോട്ടീസ് കിട്ടിയപ്പോഴാണ് മായ ടീച്ചർ റിട്ടയർ ചെയ്യുകയാണ് എന്നത്. ടീച്ചറെ കണ്ടാൽ ഒരു 40 വയസ്സിന് മേലെ ആരെങ്കിലും പറയും. അപ്പൊ 56 വയസ്സ് എന്ന് പറയുന്നത് സർക്കാർ സർവീസിലെ ഒരു ലക്ഷ്മണ രേഖയായതുകൊണ്ട് നമ്മുടെ പ്രായം ആ വയസ്സിനെ അടിസ്ഥാനമാക്കി ആണ് എന്നുള്ളത് കൊണ്ട് 56 വയസ്സ് പൂർത്തീകരിക്കുന്ന ദിവസം സർക്കാർ സർവീസിൽ ആർക്കും തുടരാൻ കഴിയില്ല എന്നുള്ള നിയമം പാലിക്കേണ്ടത് കൊണ്ടാണ് ടീച്ചർ വേണമെങ്കിൽ ഔപചാരികമായി റിട്ടയർ ചെയ്യുന്നു എന്ന് പറയാം. ഇനിയും ഒരുപാട് കാലം ടീച്ചർക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, പൊതുരംഗത്ത്, സാമൂഹിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. PTA പ്രസിഡന്റ് PS ശിവരാമൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ VP നന്ദകുമാർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS സുരേന്ദ്രൻ, KR സതീശൻ, PTA വൈസ് പ്രസിഡന്റ് VD ഷാജി, സ്റ്റാഫ് പ്രതിനിധി P സമ്പന്നകുമാരി, KP സതീരത്നം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആക്ട്സ് കാക്കാതുരുത്തി പള്ളിവളവ് യൂണിറ്റും ബദർപള്ളി മഹല്ല് ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും ഗുരുവായൂർ ശാന്തി ഇൻഫർമേഷൻ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ രോഗനിർണയ ക്യാമ്പ് ശനിയാഴ്ച നടക്കും. കാക്കാതുരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ രാവിലെ 6 മണി മുതൽ 8:30 വരെയാണ് പരിശോധന ക്യാമ്പ് നടക്കുക. BP, കൊളസ്ട്രോൾ, ഷുഗർ എന്നീ പരിശോധനകളാണ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുക. ആക്ട്സ് പള്ളിവളവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉച്ചതിരിഞ്ഞ് 2:30 VS സുനിൽകുമാർ MLA നിർവഹിക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷത വഹിക്കും. മതിലകം SI MK രമേശ് മുഖ്യാതിഥിയാകും. ഡോക്ടർ മെജോ ആന്റണി ചടങ്ങിൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകും. കൊടുങ്ങല്ലൂർ കാട്ടാക്കുളത്ത് നഗരസഭാ കൗൺസിലറുടെ വീട്ടിലെ കോഴികളെയും താറാവുകളെയും അജ്ഞാത ജീവി കടിച്ചുകൊന്നു. നഗരസഭാ കൗൺസിലർ ലത ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ വളർത്തുന്ന കോഴികളെയും താറാവുകളെയുമാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും അജ്ഞാത ജീവി കടന്നു കളഞ്ഞിരുന്നു. മേഖലയിലെ വിവിധ വീടുകളിൽ ഇതിനു മുമ്പും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്.
കയ്പമംഗലം ചളിങ്ങാട് കക്കത്തോട്ടുങ്ങൽ ശ്രീ ഭഗവതി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രോത്സവം തുടങ്ങി. രാവിലെ മുത്തപ്പന് കളംപാട്ട്, വീരഭദ്രസ്വാമിക്ക് കളംപാട്ട്, അഷ്ടനാഗക്കളം എന്നിവ നടന്നു. രാത്രി വിഷ്ണുമായയ്ക്ക് കളംപാട്ട് ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് കെ രഘുപതി തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 പൊങ്കാലയിടൽ ചടങ്ങ് നടക്കും. രാവിലെ 9 ശീവേലി, വൈകിട്ട് 3:30 എഴുന്നള്ളിപ്പ്, 6 ദീപാരാധന, രാത്രി 8 തായമ്പക, തുടർന്ന് ദേവിക്ക് കളംപാട്ട് എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആചാരപ്പെരുമയുടെ നിറവിൽ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭരണിയാഘോഷത്തിന് കൊടിയേറി. മതിലകത്ത് ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തല ജനസഭ. നാട്ടിക SN കോളേജിൽ സിനിമാ പ്രദർശനവും സംവാദവും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.